അങ്ങനെ തമിഴ്നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കൃഷിയും പൊടിയും ഒക്കെ ആസ്വദിച്ച് കുറേ നേരം ഉറങ്ങി എണീറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചിട്ടുള്ള ബസ് യാത്രയ്ക്ക് അവസാനം ആദിയോഗി ശിവ ടെമ്പിളിലെത്തി. കുറച്ച് ഉള്ളിലോട്ടാണ്, മെയിൻ സിറ്റിയിൽ നിന്ന് നന്നായ ഉള്ളിലോട്ടാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. മെയിനായിട്ടും അവിടെ ആദിയോഗിയുടെ ശിവൻ്റെ ആ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ആ ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ബാഗും ലഗേജും ഫോണും എല്ലാം ഉൾപ്പെടെ അവിടെ ഫ്രീ കൗണ്ടറിൽ നമ്മൾ ഏൽപ്പിക്കണം. ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ കയറേണ്ടാത്തത് കൊണ്ടും ലൈറ്റ് ഷോ രാത്രി 7 മണിക്കാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോയത് കൊണ്ടും ഞങ്ങൾക്ക് ബാഗൊന്നും ഏൽപ്പിക്കേണ്ടായിരുന്നു. ഈ പശുവൊക്കെ ഈ കാളകളൊക്കെ ഇവിടുന്ന് ആ ശിവയുടെ സ്റ്റാച്യൂവിലോട്ട് പോകാനായിട്ട് അവർ കാളവണ്ടി അറേഞ്ച് ചെയ്ത് തരും. ഒരാൾക്ക് 10 രൂപയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ വളർത്തുന്നതാണ് ഈ കാളകളൊക്കെ. ഞങ്ങൾ നടന്നാണ് പോയത്. ഏകദേശം ഒരു ചെറിയ കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ. 2 സൈഡിലും കടകളൊക്കെ ഉണ്ട്. എത്തുന്നത് ഭഗവാന്റെ ബാക്ക് സൈഡിലാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്റ്റാച്യു ഫുള്ളും ചുറ്റിക്കണ്ട്, അകത്ത് മുകളിൽ കയറി ചുറ്റിക്കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നല്ല മൈതാനമാണ് കേട്ടോ, വലിയ ഗ്രൗണ്ടാണ്, പുൽമൈതാനമാണ്. ഞങ്ങൾ ബാഗൊക്കെ ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നു. വയസ്സായ ആൾക്കാർക്ക് ഇരിക്കാൻ കസേരയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തറയിലങ്ങ് ഇരിക്കുകയാണ് ഉണ്ടായത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 7 മണി കഴിഞ്ഞ് കുറച്ചായപ്പോഴും ഈ ലൈറ്റ് ഷോ അങ്ങ് തുടങ്ങി. ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. ഞാൻ വലിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ലൈറ്റ് ഷോ വലിയ നീളമുള്ള വീഡിയോ ആണ്. അതൊക്കെ കണ്ട് കോയമ്പത്തൂർ സിറ്റി തന്നെ തിരിച്ചെത്തുകയും അവിടെ തന്നെ ഞങ്ങൾ ആ ഒരു ദിവസം റൂം എടുത്ത് താമസിക്കുകയും ചെയ്തു.